ഹലോ, എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. നെയ്യാറ്റിൻകരയിൽ നിന്നൊരു മെഡിക്കൽ കോളേജിലോട്ടൊരു ഓട്ടം കിട്ടിയായിരുന്നു, ഒരു ഓഫ്ലൈൻ. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടാക്കിയിട്ട് ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് വെളിയിലിറങ്ങി യൂബർ ഓൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പൊതുജനം ജംഗ്ഷൻ്റെ അകത്തുനിന്ന് ഒരു ട്രിപ്പ് കിട്ടി. അത് കൊണ്ടാക്കേണ്ടത് 4-5:30. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ട്രിപ്പ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പില്ല. ഇന്ന് അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്, കാരണം ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, യൂബറിൻ്റെ ട്രിപ്പിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്, മഴയുടെ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കുമാരപുരം സിഗ്നലിലെത്തി. സിഗ്നൽ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് പൊതുജനം ജംഗ്ഷൻ എത്തി. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിൽ അകത്തേക്ക് കയറാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല ബൊഗൈൻവില്ല പൂത്ത് നിൽപ്പുണ്ട്, നല്ല രസമാണ്. കിരീടം വെച്ച പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ചതുപോലെ നല്ല രസമുണ്ട് അത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല വെയിലുണ്ട്, പിന്നെ അത്യാവശ്യം ചൂടും കാണും. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകാം. നമുക്ക് ഈ ട്രിപ്പ് പോകേണ്ടത് നമ്മുടെ കേശദാസപുരം പാറോട്ടുകോണം സൈഡിലോട്ടാണ്. ട്രിപ്പിൽ എന്തോ സർജൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ട്രിപ്പ് എടുത്തത്. അത്യാവശ്യം എമൗണ്ട് ഉണ്ട്, 182 രൂപ കാണിച്ചായിരുന്നു. അത് വിത്ത് സർജാണോ വിത്തൗട്ട് സർജാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴേ അറിയാവൂ. നമുക്കൊരു 100 മീറ്ററൂടെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത്. ഇതെല്ലാം റോഡ് അല്പസ്വല്പം മോശാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ്. പവർ ലിങ്ക് ശ്യാമമോഹനം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഒരു 2 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അത് കഴിഞ്ഞ് കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. മാരുവാനീസ് കോളേജിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് എവിടെയെങ്കിലും തണലുള്ള സ്ഥലം നോക്കി ഒതുക്കി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മാറുവാനീസിലെ ഓട്ടം കഴിഞ്ഞ് നീണ്ട 4 മണിക്കൂറിന് ശേഷം
ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതിവിടെ മുട്ടട പരുത്തിപ്പാറ റോഡിൽ നിന്നാണ്. അത് ഒരുവാതിൽ കോട്ട ആ സൈഡിലോട്ടാണ് ഡ്രോപ്പ്. പിന്നെ ഇടയ്ക്ക് ട്രിപ്പ് അടിച്ചില്ലെന്ന് ചോദിച്ചാൽ ട്രിപ്പെല്ലാം മാച്ചിങ് വന്നു. 150, 169 അങ്ങനെയൊക്കെ പറഞ്ഞ് മാച്ചിങ് വന്നു. ഇന്ന് പൊതുവേ ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. കാരണം 1-2 പേരെ വിളിച്ചപ്പോൾ അവരെല്ലാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിൽ കിടന്ന് ഉറക്കമാണെന്നാണ് പറഞ്ഞത്. ഞാനും കുറച്ച് നേരം ഉറങ്ങി. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അതിനെല്ലാത്തിനും നിറച്ച് സമയം കിട്ടി. അപ്പോഴൊന്നും യൂബർ ഉപദ്രവിച്ചില്ല. മാച്ചിങ് ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മളെ യൂബർ ഡ്രൈവർ ചേട്ടന്മാർ പയ്യന്മാരൊക്കെ കാരണം ഈ ഏരിയയിൽ വണ്ടികളുണ്ടോ ഉണ്ടാകുമോ എന്നൊക്കെ നോക്കി ചിലപ്പം ചെക്ക് ചെയ്തതാവും. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ മുട്ടട കഴിഞ്ഞ് വയലിക്കട എത്തി. ഇവിടെ നിന്നൊരു 400 മീറ്റർ കൂടെ പോയിട്ട് റൈഡിലേക്കുള്ളൊരു ലൈനിലാണ് നമുക്ക് പിക്കുള്ളത്. അപ്പം എന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഹലോ, യെസ്, 31st. That all people going 31st. No. 21st going 2 people. Name of Shahu. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരുവാതിൽ കോട്ട ആർടെക് ലേക്ക് വ്യൂവിൽ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഓബൈ താമരയെന്ന് ലുലു മോൾ അടിച്ചു. ഒരു ചെറിയ ഓട്ടം. അപ്പോൾ അത് ഇവിടെ കൊണ്ടാക്കി. ലുലു മോളിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ ലുലു മോളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോവാം. അടുത്ത് നമുക്ക് ട്രിപ്പ് കിട്ടുമോ ഇല്ലേ നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലുലുന്ന് ഡ്രോപ്പ് ചെയ്ത് അവിടെ ഒരു 1.25 മണിക്കൂർ കിടന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. എന്നിട്ട് പതുക്കെ കുമാരപുരം സൈഡിലോട്ട് വന്നു. ഏതാണ്ട് ഒരു 1 മണിക്കൂറായി. സമയം വെറുതെ പോകുന്നു. ട്രിപ്പുകളൊന്നും അടിക്കുന്നില്ല. എല്ലാം മാച്ചിങ് വരെ 159, 150, 169, 172 എല്ലാം മാച്ചിങ് വരുവാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. ഇത് മെഡിക്കൽ കോളേജിൻ്റെ അകത്തുനിന്നാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് വള്ളക്കടവ് എയർപോർട്ടിലോട്ടാണ് ട്രിപ്പ് അടിച്ചത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇന്ന് ഭയങ്കര ശോകമാണ് യൂബർ. ഭയങ്കര ശോകം. ട്രിപ്പുകൾ വളരെ കുറവ്. ഇങ്ങനെ പോയാൽ എങ്ങനെയാവുമെന്ന് അറിഞ്ഞുകൂടാ. വളരെ ശോകം യൂബർ. എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ഒരു ഫ്ലൈ ഓവറാണ്. ബ്ലോക്കില്ലാതെ കയറാൻ പറ്റുന്ന കുറേ നാളായി ഇത് ബിൽഡ് ചെയ്തിട്ട്. നമ്മളങ്ങനെ അതിൽ കൂടെ ഇനി മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് വന്നു. നമുക്ക് എന്തായാലും പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഡ്രോപ്പ് കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് എയർപോർട്ടിലല്ല, എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ ഒന്ന് കാണിച്ചിട്ട് വരുന്ന വരവായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ ഈ റോഡെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മോശമായിട്ട് കിടന്ന റോഡാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇൻ്റർലോക്കും ടാറൊക്കെ ഇട്ട്
സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് വല്ല ട്രിപ്പ് അടിക്കുമോ നോക്കാം. ഇല്ലെങ്കിൽ പതുക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ട്രിപ്പ് വളരെ കുറവ്. CNG തീരാറായി. CNG അടിച്ച് ഓടുന്നത് നഷ്ടമാണ്. 700, 750, 800 അടുപ്പിച്ച് CNG ആവും. ഒന്നാമതേ ഓട്ടം ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇനിയും അത്രയും അടിച്ചിട്ട് ചുമ്മാ കിടക്കുന്നതിനേക്കാളും നല്ലത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും അത് നമുക്ക് നോക്കാം. ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇട സൈഡ് കിടക്കുന്ന എല്ലാം എയർപോർട്ടിൽ നിന്ന് ഓൺലൈൻ ട്രിപ്പ് എടുക്കാൻ കിടക്കുന്ന വണ്ടികളാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഓട്ടോയുണ്ട്, വാഗണറുണ്ട്, ഡിസൈറുണ്ട്, എർട്ടിഗ ഉണ്ട്. ഇതാ നോക്കിക്കോളൂ, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കിക്കോളൂ. ഇഷ്ടംപോലെ വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികൾ. നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. കുറച്ചൊക്കെ ഇങ്ങോട്ട് ദൂരോട്ടൊക്കെ തെന്നിയും തെറിച്ചൊക്കെ കിടപ്പുണ്ട്. ലെഫ്റ്റ് സൈഡ് ബീച്ചാണ്, ശംഖുമുഖം ബീച്ച്. കുറച്ച് ആളുകൾ വന്ന് നിൽപ്പുണ്ട് ബീച്ച് കാണാൻ. ചെറിയൊരു മഴക്കാറുണ്ട്. ചെറുതായിട്ടല്ല, നല്ല രീതിയിലും മഴക്കാർ കയറിയിട്ടുണ്ട്. മുകളിൽ നോക്കുമ്പോൾ കാണാം. ഈ ലെഫ്റ്റ് സൈഡ് ആണ് ശംഖുമുഖം പാർക്ക്. ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റൂല, കാരണം ബാക്കിൽ നിന്നൊക്കെ വണ്ടികൾ വരുന്നു. വല സൈഡ് ടൂറിസ്റ്റ് ബസ്, നഗരക്കാഴ്ചകൾ, KSRTCയുടെ ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കാം. ഒതുക്കി അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ നോക്കി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ശംഖുമുഖം ആ സൈഡിൽ വണ്ടി ഒതുക്കി. പക്ഷേ അവിടെ ഒരു അരമണിക്കൂർ കിടന്നു. 6:30-ക്കാണ് നമ്മൾ ഡ്രോപ്പ് കഴിഞ്ഞത് എയർപോർട്ടിനടുത്ത്. അപ്പോൾ 7 മണി വരെ ശംഖുമുഖത്തിൻ്റെ അവിടെ കിടന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ പതുക്കെ ചാക്കയിലോട്ട് വന്നു. അവിടെയും ഒരു അരമണിക്കൂർ കൂടുതൽ കിടന്നു. ഇതും അടിച്ചില്ല. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ ഓട്ടം അത്രേ കാണുള്ളൂ. ട്രിപ്പ് വളരെ കുറവാണ് യൂബർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചാക്കയിൽ നിന്ന് നേരെ വെൺപാലവട്ടം പമ്പ് പ്ലാന്റ്, CNG പ്ലാന്റിൽ വന്ന് CNG അടിച്ചിട്ട് നമുക്കങ്ങ് പോകാം. അതായിരിക്കും നല്ലത്. ഇനിയും കിടന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് CNG കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് CNG അടിച്ചിട്ട് വീട്ടിൽ പോവാം. അതാണ് നല്ലത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നോക്കാം. ഭയങ്കര ശോകമായിരുന്നു ഇന്ന് യൂബർ. ട്രിപ്പ് പൊതുവെ കുറവ്, നല്ല കുറവാണ്.
നമുക്ക് CNG അടിക്കാം. CNG അടിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം ഇനിയും വീഡിയോസ് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. യൂബർ ഓട്ടം കുറവാണ്, അതാണ് മെയിൻ പറയാനുള്ളത്. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.